ഞാൻ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 10 years ആവുന്നു. എനിക്ക് 6 ഇൻ്റർനാഷണൽ പേപ്പേഴ്സ് ഉണ്ട്. എനിക്ക് ഈസി ആയിട്ട് ഡോക്ടറേറ്റിന് പോകാവുന്നതാണ്. പക്ഷേ എഫിസം എന്നൊരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വരുന്നു. അപ്പോൾ മാത്രമേ ഞാൻ എൻ്റെ എയിംറിയുടെ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റിന് ഞാൻ എലിജിബിൾ ആവത്തുള്ളൂ. നിങ്ങളുടെ ഫീൽഡിൽ 25 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫീൽഡിൽ ആ നോളജ് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. നമ്മൾ കാണിച്ച മിസ്റ്റേക്സും നമ്മൾ കണ്ടറിഞ്ഞ മിസ്റ്റേക്സും അടുത്ത ആൾ വന്ന് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം ഒരു ബുക്ക് ഫോമാറ്റിലേക്ക് മാറ്റി പ്രൊഫഷണൽ ബയോഗ്രഫിക്ക് ആക്കും. അത് എയിംറിയിൽ തീസിസ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ആ രീതിയിലാണ് ഇന്ന് എയിംറിയിൽ മോർ ദാൻ 100 ഡോക്ടേഴ്സ് വി ഹാവ് ഗിവൻ. ഇത് ഇൻഡസ്ട്രിയിലെ ഓക്സ്ഫോർഡ് ആക്കി മാറ്റണം. അതാണ് വിഷയം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ ലെജൻഡ്സ് വന്ന് ഇത് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് നമ്മൾ കൊടുത്തത് ഇന്ത്യയുടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു. അത് കഴിഞ്ഞ് ഇറാൻ ഓഫ് ഇന്ത്യൻ്റെ ചെയർമാനായി ഇന്ത്യയിൽ നിന്ന് പോയി ഓഫ് ഷോറിൽ ഏറ്റവും വലിയ കമ്പനി സ്റ്റാർട്ട് ചെയ്ത രവി മെഹ്റോത്ര. ഈ സപ്പോസ് ടു ബി ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഷിപ്പിംഗ് വേണേൽ പറയാം. ഇറ്റ്സ് എ ലിവിങ് ലെജൻഡ്. അവസാന ഡോക്ടറേറ്റ് വാങ്ങിയേക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന വേൾഡിലെ ഷിപ്പിംഗ് ലെജൻഡ് ഒനാസിസ് ഓഫ് ടുഡേസ് എന്ന് നമുക്ക് പറയാം. ഇറ്റലിക്കാരനായ ഗ്രിമാൾഡി. ആ ഗണത്തിലേക്ക് നിങ്ങൾക്കൊന്ന് തരാം. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഭയക്കും.